بسم الله الرحمن الرحيم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ബുറുദവരി 10 أعددتك حالي لا سدي بمستتري عن الوشاة ولا دائي بمنحسمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞത് എന്താണ്? തിരിച്ചങ്ങോട്ട് മറുപടി പറയുകയാണ് ചെയ്തത് അല്ലെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതും എന്നെ നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്നതും അതൊക്കെ നിങ്ങളൊരു നീതിമാനായിരുന്നുവെങ്കിൽ ഒരിക്കലും എന്താക്കുമായിരുന്നില്ല, എന്നെ ഞാൻ എത്തിപ്പെട്ട ഈ അനുരാഗ ചൂടിന്റെ പേരിൽ എന്നെ നിങ്ങൾ ആക്ഷേപിക്കില്ലായിരുന്നു. വലോ അൻസഫ്ത ലം തലുമീ, അല്ലെ, നീ നീതി കാണിക്കുന്നുവെങ്കിൽ എന്നെന്താക്കൂലായിരുന്നു, ആക്ഷേപിക്കില്ലായിരുന്നു. അപ്പൊ എന്താ വിഷയം, എന്താ ഇനി പറയാനുള്ളത്? ആ പറഞ്ഞ വരിയുടെ ബാക്കി ഭാഗം തന്നെയാണ് വീണ്ടും പറയാം തിരിച്ചങ്ങോട്ട്. എന്താണ് പറയുന്നത്? അദത്ക ഹാലിയല സിദ്ദി ബിമുസ്തതിരി അനിൽ ഉശാതി വല ദാഇ ബിമുൻഹസിമി. ഇമാം ബൂസൈരി തങ്ങൾ പറയാണ്, അദത്ക നിനക്ക് വന്നു ഭവിക്കട്ടെ, ഹാലിയ എന്റെ അവസ്ഥ, ലാ ബിമുസ്തതിരിൻ മറച്ചു വെക്കാൻ സാധിക്കില്ല, സിദ്ദി എന്റെ രഹസ്യം, അനിൽ വുഷാത്തി ഏഷണിക്കാരിൽ നിന്ന്, വലാ ബിമുൻഹസിമി മാറുന്നതുമല്ല, ദാഇ എന്റെ രോഗം. അത് അങ്ങനെ വെക്കുമ്പോഴാണ് അർത്ഥം ഒരു റാഹത്താവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പം അദത്ക, ഇമാം ബൂസൂരി തങ്ങൾ പറയാണ്, അദത്ക നിനക്ക് വന്നു ഭവിക്കട്ടെ, നിനക്ക് പ്രാർത്ഥിക്കുകയാണ്, നിനക്ക് വന്ന് ഭവിക്കട്ടെ, നിനക്ക് കിട്ടട്ടെ. എന്താ കിട്ടേണ്ടത്? ഹാലിയ എന്റെ അവസ്ഥ. ഇപ്പൊ എന്താ വിഷയം? ഇവിടെ ഇപ്പൊ ഉദരീയ ഗ്രേഡിലെത്തിയ അനുരാഗത്തിലാണ് ഇമാം ബൂസൂരി തങ്ങൾ ഉള്ളത്. അതുകൊണ്ടാണ് മെരിയലും കരച്ചിലും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇനി ഈ ഉദരീയ ഗ്രേഡിലെത്തിയ എൻ്റെ അനുരാഗം അതേ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് എത്തട്ടെ, എന്നാ പിന്നെ അറിയാം. അതവലോ അൻസഫ്തലം തലൂമി, എന്നാ പിന്നെ നിങ്ങൾക്ക് അറിയാം എന്താവൂല, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയാൽ എന്നെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തൂല. അപ്പൊ അദത്ക ഹാലിയ എന്റെ അവസ്ഥ നിങ്ങൾക്കും കിട്ടട്ടെ, നിങ്ങൾക്കും വരട്ടെ. ഇനി പറയുന്നത് എന്താണ്? ലാ ബിമുസ്തതിരിൻ മറച്ചു വെക്കാൻ സാധിക്കില്ല, എന്ത്? സിദ്ദി എന്റെ രഹസ്യം. അപ്പം ഇവിടെ രഹസ്യം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗം, അടങ്ങാത്ത ആ പ്രേമം, അതാണല്ലോ ഇവിടെ ഉള്ളത്. ആ രഹസ്യം ഒരിക്കലും എന്താക്കാൻ കഴിയൂല, മറച്ചു വെക്കാൻ സാധിക്കില്ല. ആരെ തൊട്ട്? അനിൽ ഉഷാത്ത് ഏഷണിക്കാരിൽ നിന്ന്. ഏഷണി പരദൂഷണം കൂട്ടുന്ന ടീം അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറെ ആൾക്കാർ, അവിടെയും ഇവിടെയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇങ്ങനെ തെറ്റിക്കുന്ന ടീം. അപ്പോൾ ഓരോ തൊട്ട് എന്താക്കാൻ കഴിയൂല, ഒരിക്കലും ഈ അനുരാഗം എന്നത്, അങ്ങേയറ്റത്തെ മഹബത്ത് എന്നത് അതൊരിക്കലും മറച്ചു വെക്കാൻ കഴിയൂല. ഒന്ന് കുറച്ച് ദിവസമൊക്കെ കഴിയും, പിന്നെ എങ്ങനെ ആയാലും അത് പുറത്തു വരും. ഇതൊന്നും പിടിക്കാത്തൊരു ടീം നമ്മുടെ നാട്ടിലുണ്ടാവും അല്ലെ. ഇന്നത്തെ കാലത്ത് നമുക്ക് ശരിക്കും വ്യക്തമായി പറയാം, പ്രത്യേകിച്ച് വിശുദ്ധ റബീഉൽ അവ്വലാണ്. ഈ റബീഉൽ അവ്വൽ വന്നപ്പോഴത്തേക്ക് ചില ടീമുകൾ ഇങ്ങോട്ട് ഇറങ്ങി അല്ലെ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. ദേവസ്ഥാന പാട്ടകത്ത് ഇങ്ങനെ പ്രസംഗിക്കുക. എത്രത്തോളം ഈ ടീമിനോട് നമുക്കുള്ള വൈരാഗ്യം, നമുക്കുള്ള വിദ്വേഷം, ദേഷ്യം, അത് എന്തിൻ്റെ പേരിലാണ്? ആദർശത്തിൻ്റെ പേരിലാണ്. വ്യക്തിപരമായ ഒരു കാര്യവും അതിൻ്റെ പിന്നിലില്ല.
അല്ലെ? എന്താണ് അവരോടുള്ള വിദ്വേഷത്തിന് കാരണം? ഒന്ന്, നമ്മൾ സ്നേഹിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അത് സ്നേഹിക്കാൻ പറ്റൂല, തങ്ങളെ മഹബത്ത് വെക്കാൻ പറ്റൂല, തങ്ങളെ പേരിൽ മൗലിദ് ഓതാൻ പറ്റൂല, ബുർദ ചൊല്ലാൻ പറ്റൂല, തങ്ങളെ വരവേൽക്കാൻ പറ്റൂല, ജാഥ പറ്റൂല, റബീഉൽ അവ്വൽ പറ്റൂല, ഇതൊന്നും പറ്റൂല. എന്നിട്ട് ഇങ്ങനെ തുടങ്ങും, ഏയ് നബി തങ്ങൾ പിന്നെ മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടോ? 4 ഖലീഫമാര് അല്ലെങ്കിൽ അതിന് ശേഷം വന്നവർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എവിടെങ്കിലും ചെയ്തിട്ടുണ്ടോ? എവിടെങ്കിലും അതുണ്ടോ എന്നൊക്കെ അങ്ങട് ചോദിച്ചിട്ട്, അല്ലെ, വെല്ലുവിളി ഇങ്ങനെ നടത്തുന്ന സമയമാണ്. എത്രത്തോളം ആ മൗലിദിനെ കൊച്ചാക്കാൻ വേണ്ടി, ഇതൊന്നും പറ്റൂല എന്ന് പറയാൻ വേണ്ടി നമ്മൾ പോലും, അല്ലെ, നമ്മളെ ഉമ്മാനെ വാപ്പാനെ ആണ് കുറ്റം പറഞ്ഞെങ്കിൽ നമുക്ക് ആ കുറ്റം പറയുന്നവരോട് നമുക്ക് മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുമോ? പുഞ്ചിരി സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വതക്ക മുത്തുനബിയെ അവഹേളിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും കൊച്ചാക്കുകയും ചെയ്യുന്നവരോട് എങ്ങനെ നമുക്ക് നടത്താൻ പറ്റാം? എങ്ങനെ അവരെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റാം? എങ്ങനെയാണ് നമ്മുടെ മകളെ കല്യാണത്തിന് അവരെ വിളിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കൂടലിന് അവരെ നമുക്ക് ക്ഷണിക്കാൻ പറ്റുക? പറ്റൂല. കാരണം എന്താ? അത് മഹബത്താണ്. മുത്തുനബിയോട് മഹബത്തുണ്ടെങ്കിൽ അയൽവാസി ആയാലും ഏത് കൊല കൊമ്പനായാലും എന്തിൻ്റെ പേരിലായാലും നമുക്കവരെ വിളിക്കാൻ തോന്നൂല, അവരെ മുഖത്ത് നോക്കി ചിരിക്കാൻ തോന്നൂല. കാരണം നമ്മുടെ മുത്തുനബിയെ നമ്മൾ ബഹുമാനിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അത് പറ്റൂല, അത് തെറ്റാണെന്ന് പറയുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട്, ഇവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റുമോ? പറ്റൂല. അവരെ മുഖത്ത് നോക്കി ചിരിച്ചാൽ ഈമാൻ പോകുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഈ പുത്തൻവാദികളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും നമുക്ക് സാധിക്കൂല. ആ മുത്തുനബിയെ കൊച്ചാക്കാൻ വേണ്ടി, അല്ലെ, സാധാരണക്കാരൻ നമ്മളെ ഉമ്മാനെയും ബാപ്പാനെയും പറ്റി മോശപ്പെട്ട് പറഞ്ഞ് നമുക്ക് സഹിക്കുമോ? കൊടുക്കൂല മുഖത്ത്, അല്ലെ? പിന്നെ ഇതെന്താ? അത് നമുക്ക് കൊടുക്കാൻ പറ്റാതെ, ആരോഗ്യമില്ലായിട്ടോ കഴിവില്ലായിട്ടോ അല്ല, പക്ഷെ അത് മുത്തുനബിയുടെ ശൈലി അല്ലാത്തത് കൊണ്ട് മാത്രം ആണ്. ഈ മുത്തുനബിയെ അവഹേളിക്കാനും കൊച്ചാക്കാനും ഇവരെടുത്ത ഏറ്റവും വലിയ വഴി എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും വാപ്പയും, ആമിന ഉമ്മയും അബ്ദുള്ള എന്നവരും റളിയല്ലാഹു അൻഹുമ, അവര് നരകത്തിലാണെന്ന് പച്ചയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അവര് നരകത്തിലാണെന്ന് പച്ചയിൽ പ്രസംഗിച്ചവരാ ഇവര്. മാത്രമല്ല, കേരള മുജാഹിദ് നേതാവ്, അദ്ദേഹം മരണപ്പെട്ടു. ആ നേതാവ് പ്രസംഗിച്ച പ്രസംഗമുണ്ട്. സൗദി അറേബ്യയുടെ ഭരണം കേരളത്തിലെ മുജാഹിദിന് കിട്ടിയാൽ അവർ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്താണെന്ന് അറിയോ? എന്താ? പാവങ്ങളെ സഹായിക്കലോ അല്ലെങ്കിൽ പിന്നെ സാധുക്കൾക്ക് വേണ്ടി പിന്നെ കാരുണ്യം പ്രവർത്തനം നടത്തുകയൊന്നുമല്ല ചെയ്യുക. ഒരാദ്യം പറഞ്ഞ വാക്കെന്താന്ന് വെച്ചാൽ, പച്ച കുബ്ബ ഞങ്ങൾ തച്ച് തകർക്കുമെന്ന് പ്രസംഗിച്ചവരാ. അത് കേട്ട് ആവേശം കൊണ്ട ടീമാണ് ഇവര്. ആ പച്ചക്കുബ്ബയെ മഹബത്ത് വെക്കുന്നവർ, ആ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ പോയി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമുക്കുണ്ടോ ഇവരെ സഹിക്കാൻ കഴിയാം? നമുക്കുണ്ടോ ഇവരോട് മഹബത്ത് വെക്കാൻ കഴിയൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഏത് വാപ്പയായാലും അത് കഴിയൂല. മുത്തുനബിയുടെ പച്ചക്കുബ്ബ തകർക്കണമെന്ന് പറഞ്ഞു, മുത്തുനബിയുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണെന്ന് പറയുന്ന ഇവരെ മുഖത്ത് നോക്കി ചിരിക്കെ, എന്തിൻ്റെ പേരിലായാലും അത് നടക്കൂല. വിവാഹം ആലോചനക്ക് വരുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കണം. നമ്മളെ മക്കളെ, അവൻ 5 വക്ത് നിസ്കാരമുണ്ട്, ദീനിയാണ്. എന്ത് ദീന്? മുത്തുനബിയോടുള്ള മഹബത്തിലവനക്ക് എന്ത് ദീനാണുള്ളത്? ഒരു ദീനും ഇല്ല അവനക്ക്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ആ ടീമിനോട് തന്നെ നമുക്കതാ ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞത്, അനിൽ വുഷാത്ത്, ഏഷ്യനിക്കാരിൽ നിന്ന് അവർ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ട് മൈക്ക് കെട്ടിയിട്ട് പിന്നെ പ്രസംഗിച്ചാലും ശരി, എവിടൊക്കെ പോയിട്ട് ലഘുലേഖ വിതരണം ചെയ്താലും ശരി, അവരെ തൊട്ട് എൻ്റെ രഹസ്യം അത് മറച്ചു വെക്കാൻ പറ്റൂല, അതിങ്ങനെ പ്രകടമായിക്കൊണ്ടേയിരിക്കും. മാഷാ അല്ലാഹ്. വലാ ബിമുൻഹസിമി, മാറുന്നതുമല്ല ദാഇ, എൻ്റെ രോഗം. ഈ അനുരാഗ ചൂട് എന്നത്, ഈ പ്രേമമെന്ന രോഗമുണ്ടല്ലോ, ആ രോഗം ഒരിക്കലും എന്നെ തൊട്ട് എന്താകുന്നതല്ല, മാറുന്നതല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ഏതൊക്കെ പറഞ്ഞാലും, എങ്ങനെയൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും, ഞാനിപ്പം ഈ ഉദരി ഗ്രേഡിലെത്തിയ മഹബത്തിലിപ്പം ഞാൻ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ അതായിട്ട് അതായിട്ട് മാറ്റിവെക്കേ, അതൊന്നും കഴിയൂല കേട്ടോ. എത്ര സുന്ദരമായാണ് അനുരാഗത്തിൻ്റെ വരികൾ ഇമാം ബൂസരി തങ്ങൾ പാടുന്നത്. عدتك حالي لا سدري بمستتري عن الوشاة ولا دائي بمنحسمي. അപ്പം عدتك,
ഹാലിയ, എൻ്റെ അവസ്ഥ നിനക്കും വന്നു ഭവിക്കട്ടെ. അതിന് പിന്നെ ലാ സിദ്രി ബിമുസ്തതിരി അങ്ങനെ വെക്കാം. പിന്നെ നേരത്തെ വെച്ച പോലെ വെക്കുമ്പോഴാണ് ഒന്നുകൂടെ അർത്ഥം ഇതാവുള്ളൂ, റെഡി ആവുള്ളൂ. ലാ സിദ്രി, എൻ്റെ രഹസ്യം, എന്തല്ല എൻ്റെ രഹസ്യമല്ല, ബിമുസ്തതിരി മറച്ചു വെക്കാൻ കഴിയുന്നതല്ല, അനിൽ വുഷാത്തി ആരെ തൊട്ട്, ഏഷണിക്കാരിൽ നിന്ന്, വലാദായി എൻ്റെ രോഗമല്ല, ബിമുൻ ഹസ്മി മാറുന്നതുമല്ല. ആ രൂപത്തിലും വെക്കാം. അപ്പോൾ ഏതായാലും അള്ളാഹു തആല ഇമാം ബുസ്രി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ ഹൃദയത്തിൽ അടങ്ങാത്ത മഹബത്ത് അള്ളാഹു തആല ഏറ്റു തരുമാറാകട്ടെ. അള്ളാഹു തആല നമ്മയോ നമ്മുടെ കുടുംബത്തിലോ ഖിയാമത്ത് നാൾ വരെ മുത്തുനബിയെ പരിഹസിക്കുകയും മുത്തുനബിയെ അവഹേളിക്കുകയും ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ ഒരു തരിമണി പോലും ബന്ധമുള്ള ഒരു കുടുംബത്തെയും അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ തരാതിരിക്കുമാറാകട്ടെ. ഏതെങ്കിലും സാധുക്കൾ അതിൽ വിവരമില്ലാത്തതിൻ്റെ പേരിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അവർക്ക് ഹിദായത്ത് നൽകി മുത്തുനബിയുള്ള മഹബത്ത് അവരുടെ ഹൃദയത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും പരമ്പരയും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസവും രോഗങ്ങളും കടങ്ങളും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധിയുണ്ടോ എല്ലാത്തിൽ നിന്നും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ രക്ഷ നൽകി തങ്ങളെ സിയാറത്ത് ചെയ്യാനും തങ്ങളെ കിനാവിൽ കാണാനും തങ്ങളോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പഠനത്തിൽ ഇമാം ബുസൂരി അവരുടെ പൊരുത്തവും തൃപ്തിയും മദദും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله